ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്ക്ലി റീഡിംഗ് ആണ് ചെയ്യുന്നത്. ജാനുവരി 29 മുതൽ ഫെബ്രുവരി 4 വരെയുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ പൈൽസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു പൈൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്, സൗണ്ടൊക്കെ മാറിയിരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ട് ചെയ്യുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് ഈ ഒരു വീക്കിലോട്ടുള്ള കാർഡ്സ് എടുത്തിട്ട് നോക്കാം. നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് നമ്പർ 1 ആണ്, ദ മജീഷ്യൻ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വീക്കിൽ നമുക്ക് കാർഡ്സ് എടുത്തിട്ട് നോക്കാം. താങ്ക് യു. 2 of Wands, the Wheel. ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒപ്പോസിഷൻസ് ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ വഴക്കുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട്, നിങ്ങളുടെ ബുദ്ധിശക്തി, നിങ്ങളുടെ ഇമോഷണൽ ആ ഒരു ബാലൻസ്, ഓക്കെ, അതെല്ലാം യൂസ് ചെയ്തിട്ട് പവർഫുള്ളായിട്ടുള്ള ചോയ്സസ് എടുക്കാനായിട്ട്, ഡിസിഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് റെഡി ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, 2 of Wands വന്നിട്ടും ഇവിടെ നിങ്ങൾക്ക് ലൈഫിൽ പോസിറ്റിവിറ്റി കൊണ്ടുതരുന്ന ഒരു സമാധാനം കൊണ്ടുതരുന്ന ചോയ്സസ് എടുക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് റെഡി ആയിട്ടിരിക്കുന്നതാണ്. അല്ലാത്ത കാര്യങ്ങളോടെല്ലാം നോ പറയാനായിട്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ വീൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സൈക്കിൾസ് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് എൻഡ് ആകുന്നുണ്ടാകാം. പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വിഷമങ്ങൾ, ഓക്കെ, ഒരു ഡാർക്ക് സ്റ്റേജ്, ഒരു ഹെർമിറ്റിൻ്റെ എനർജി, അതായത് ഒറ്റപ്പെട്ടു പോവുക, ആരും സപ്പോർട്ട് ചെയ്യാൻ ഇരിക്കാതിരിക്കുക, ഓക്കെ, എന്തൊക്കെ ആ ഒരു എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഈ ഒരു വീക്ക് എൻഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ട്രോങ് പ്രൊട്ടക്ഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതാണ്. അതായത് ഈ ഒരു ഇതാണ് എൻ്റെ ലിമിറ്റ്, ഇത് ക്രോസ് ചെയ്ത് എൻ്റെ അടുത്തോട്ട് വരാനായിട്ട് ഞാൻ ഒരു എനർജീനെയും അനുവദിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട്, കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീക്ക് ഒത്തിരി കോൺവെർസേഷൻസ്, ഒത്തിരി നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേര് ഈ ഒരു വീക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു ഡെസിഷനും എടുക്കുന്നതാണ്, തീരുമാനവും എടുക്കുന്നതാണ്. പാസ്റ്റിലുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഇത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ചിന്തിക്കുന്ന രീതികളായിരിക്കാം, ബിലീഫ് സിസ്റ്റം ആയിരിക്കാം, വിശ്വസിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങളായിരിക്കാം. അതെല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു പുതിയ ഒരു പാത, അല്ലെങ്കിൽ ഒരു ന്യൂ പെർസ്പെക്റ്റീവ്, കാര്യങ്ങളെ ഒരു വിശാലമായിട്ടുള്ള ഒരു മനസ്സ്, ഒരു പുതിയ രീതിയിൽ നോക്കിക്കാണാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് നോക്കാം. താങ്ക് യു. താങ്ക് യു. Pile number 1. Thank you. ഇവിടെ വന്നിട്ട് മൂൺ. ഓക്കെ, 2 of Pentacles, the Star, Ace of Pentacles, Six of Pentacles, 5 of Wands, 9 of Swords. Okay,
the world, Ace of Wands. ഓക്കെ, ഈ ഒരു വീക്കിൽ ഫസ്റ്റ് കാർഡ് വന്നിട്ട് മൂണാണ് വന്നിരിക്കുന്നത്. മൂൺ വന്നിട്ട് കുറച്ചൊരു ഹിഡൻ എനർജിയാണ്, നമ്മളിൽ നിന്നിട്ട് ഒളിച്ചിരിക്കുന്ന എനർജിയാണ്. കാരണം രാത്രി നമുക്ക് എല്ലാ കാര്യങ്ങളും അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഹിഡൻ ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ, സീക്രട്ടായിട്ട് നിങ്ങൾ വച്ചേക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, അത് ചിലപ്പോൾ ഈ ഒരു വീക്കിൽ ചിലപ്പോൾ നിങ്ങളെ ട്രബിൾ ചെയ്യിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പല മെമ്മറീസ് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഈ ഒരു വീക്കിൽ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുത്ത ഡിസിഷനെ കുറിച്ചിട്ടായിരിക്കാം, പാസ്റ്റിലെടുത്ത തീരുമാനങ്ങളെ കുറിച്ചിട്ടായിരിക്കാം, നിലപാടുകളെ കുറിച്ചിട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു തീരുമാനങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ എന്താ പറയുക, പല കാര്യങ്ങളും മനസ്സിലാക്കിക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു 2 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് എന്തെല്ലാം സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഇമോഷണലി, ഇത് വന്നിട്ട് കുറച്ചും കൂടെ മെൻ്റൽ സ്റ്റേജാണ്, മാനസികമായിട്ടുള്ള എനർജിയാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ട്രബിൾ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു വീക്കിൽ പൊങ്ങി വരുന്നത് ചിലപ്പോൾ പാസ്റ്റിലെ പല കാര്യങ്ങളും കുറച്ചും കൂടെ ഒരു ബാലൻസിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാകുന്നുണ്ടാകാം, കുറച്ചും കൂടെ സെൽഫ് റിയലൈസേഷൻ കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നുണ്ടാകാം. അതായത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടാകാം. അതിനു വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു വീക്ക് പൊങ്ങി വരുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ ബാലൻസ് കൊണ്ടുവരാം, ആ സിറ്റുവേഷനിൽ എങ്ങനെ ഒരു ഹീലിംഗ് കൊണ്ടുവരാം. സ്റ്റാർ വന്നിട്ട് ഹീലിങ്ങിൻ്റെ എനർജിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഈ ഒരു 6 ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ട് ഇത് നിങ്ങളുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്സിൻ്റെ എനർജിയാണ്, ഔട്ട്സൈഡ് വേൾഡിൻ്റെ എനർജിയാണ്. ഓക്കെ, അതായത് ഡെയിലി ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ ചാലഞ്ചസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടാകാം, നിങ്ങൾ എന്താ പറയുക കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് ഒരു റെക്കഗ്നിഷൻ, ഒരു അംഗീകാരം, അല്ലെങ്കിൽ ഒരു അതിനൊരു അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകില്ല. ഓക്കെ, ആ ഒരു എനർജി ചിലപ്പോൾ നിങ്ങളെ ഈ ഒരു വീക്ക് കുറച്ചൊന്നൊരു ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ കർമ്മയിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് ഓൾറെഡി നേടാനായിട്ട് സാധിച്ചേക്കുന്ന കാര്യങ്ങളുടെ എനർജിയുമായിരിക്കും. ചിലപ്പോൾ ആ ഒരു കാര്യം കൊണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി എനിമിറ്റി നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകാം, ഒത്തിരി ജലസി എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകാം. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. അതെല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുടെ കർമ്മയായിട്ട്, നിങ്ങളുടെ എന്താ പറയുക ആ ഒരു പാത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേരോട് ഇവിടെ ആവശ്യത്തിന് റെസ്റ്റ് ആൻഡ് റിപ്പയർ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. എപ്പോഴും നമ്മൾ സക്സസ്സിന് പിന്നാലെ അല്ലെങ്കിൽ വിക്ടറിക്ക് പിന്നാലെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ശരിക്കും എന്താണോ ആവശ്യമുള്ളത്, ഞാൻ ഈ തിരഞ്ഞെടുത്തേക്കുന്ന പാത്ത് ശരിക്കും എനിക്ക് ആവശ്യമുള്ളതാണോ, ഓക്കെ, അതിനെക്കുറിച്ചിട്ട് കുറച്ചും കൂടെ തിങ്ക് ചെയ്യുക. ചിലപ്പോൾ ചുറ്റുമുള്ളവർ ഈ ഒരു കാര്യം ചെയ്യുന്നുകൊണ്ടിട്ടായിരിക്കാം നിങ്ങളും ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ അത് ശരിക്കും എൻ്റെ ഡിസയറാണോ, എൻ്റെ ഡ്രീമാണോ, അതിനെക്കുറിച്ചിട്ടും തിങ്ക് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേൾഡ് കാർഡിൽ വന്നിട്ട് നമ്പർ 21 ആണ് കാണിക്കുന്നത്. ഈ ഒരു വീക്കിൽ അഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് ഇവിടെ ക്ലോസ് ആകുന്നുണ്ടാകാം, മെയിനായിട്ട് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ചിലപ്പോൾ നിങ്ങളുടെ കരിയർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബിഗ്ഗർ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് നിങ്ങളുടെ കരിയറിനെ നോക്കിക്കാണാനായിട്ട് നിങ്ങൾ പാസ്റ്റിൽ കുറേ നാളായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ അവിടെയുള്ള റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാകാം, എന്തെങ്കിലും ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ടാകാം, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാകാം, നിങ്ങളുടെ വ്യൂ പോയിൻ്റ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടാകാം. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എൻഡിങ് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് ഇവിടെ ഏസ് ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ട് ഒരു ന്യൂ പാഷൻ, ന്യൂ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ന്യൂ ബിഗിനിങ് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പുതിയൊരു അവസരം, ഓപ്പർച്യൂണിറ്റി, ഒരു ചോയ്സ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ് ഈ ഒരു വീക്കിൽ. അത് കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ജോലി ചെയ്യാനായിട്ട് അവസരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ 5 ഓഫ് വോൺസിൽ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ട്, മെയിനായിട്ട് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, പൈസ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ചും കൂടെ വൈസായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഫാമിലിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, മണി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടാകാം. അതും ഇവിടെ എന്താ പറയുക, കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഈക്വലായിട്ടുള്ള റൈറ്റ്സ്, ഈക്വലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എല്ലാവർക്കും നൽകാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പ് വരുത്തുക എല്ലാവർക്കും ഈക്വലായിട്ട് ലഭിക്കുന്നുണ്ടെന്ന്. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആങ്ഷ്യസ് എനർജി 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ നിന്നിട്ട് പുറത്ത് കിടക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള ഫൈറ്റ്സ്, ആർഗ്യുമെൻറ്റ്സ് അതെല്ലാം ലെറ്റ് ഗോ ചെയ്യുക. ഇവിടെ മജിഷ്യൻ വന്നിട്ട് നിങ്ങളത് ബ്യൂട്ടിഫുള്ളി അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റായിട്ടുള്ള ഡിസിഷൻ, ചിലപ്പോൾ നിങ്ങളായിരിക്കാം അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് റോളിലോട്ട് നിന്നിട്ട് ഒരു തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീക്ക് എനിക്ക് ഹാർവെസ്റ്റിൻ്റെ എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്ത നല്ല കർമ്മം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എഫേർട്ടിന് ഈ ഒരു വീക്ക് നിങ്ങൾക്ക് റിസൾട്ട്സ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കാണാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓവറോൾ ബ്യൂട്ടിഫുൾ എനർജിയാണ്. ഒൺലി തിങ് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ബാലൻസിലിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ബ്ലെസ്സിങ്സ് നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം ഈ ഒരു വീക്ക്. പൈൽ നമ്പർ 1ൻ്റെ അഫർമേഷൻ എന്താണ് ഈ ഒരു വീക്കിൽ? താങ്ക് യു. ഓക്കെ, ഐ ട്രസ്റ്റ് മൈ ഇന്നർ വോയിസ്. ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങളോട് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ഇന്നർ വോയിസ്, അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ താഴെ എഴുതാനായിട്ട് ശ്രമിക്കുക. അതായത് ഐ ട്രസ്റ്റ് മൈ ഇന്നർ വോയിസ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗട്ട് ഫീലിംഗ് തോന്നുകയാണ്, ഈ ഡിസിഷൻ കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഈ ഡിസിഷനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് എനിക്ക് നേരിടേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലും ഒരു ഗട്ട് ഫീലിംഗ്, നിങ്ങളുടെ മനസ്സിൽ നിന്നിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറേ കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് എന്തെങ്കിലുമൊക്കെ വാർണിംഗ് ലഭിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം. അത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബാക്കിൽ വന്നിട്ട് ഐ ആം ഏബിൾ ടു ക്രിയേറ്റ് ദ ലൈഫ് ഐ വോണ്ട്. ഓക്കെ, ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസിൻ്റെ എനർജിയും കൂടെയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന എനർജിയും കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 1 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ്. നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ഒത്തിരി ഹീലിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങളുടെ മൈൻഡിൽ, മെൻ്റൽ സ്റ്റേറ്റിൽ ഒത്തിരി ഹീലിംഗ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ്, ന്യൂ സ്റ്റാർട്ടാണ്. ഓക്കെ, പ്രിൻസ് ഓഫ് കപ്സ്. കുറച്ച് പേര് ഈ ഒരു വീക്ക് പുതിയ ഇൻറ്റൻഷൻസ്, ന്യൂ ഇൻറ്റൻഷൻസ്, ഓക്കെ, അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം തരണം ചെയ്യണം, ഓവർകം ചെയ്യണം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻറ്റൻഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പ്രിൻസ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്.
കുറച്ചും കൂടെ ഒരു സ്റ്റേബിളായിട്ടുള്ള എനർജിയാണ്, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയാണ് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 5 ഓഫ് സോഡ്സിൽ വന്നിട്ട് കുറേ നാളായിട്ട് നിങ്ങളൊരു ജസ്റ്റിസിന് വേണ്ടിയിട്ട്, നീതിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ ഫേവറിൽ വരുന്നതാണ്. കുറച്ച് പേര് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നിങ്ങളുടെ ഇൻ്റലിജൻസ് കൊണ്ടിട്ട്, നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടിട്ട്, നിങ്ങളുടെ വാക് സാമർഥ്യം കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, അവിടെ ഒരു വിജയം കണ്ടെത്താനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ പാസ്റ്റിൽ കുറേ നാളായിട്ടൊരു മെൻ്റൽ അഗണി, ഒരു വിഷമം, ആ ഒരു എനർജി കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ ആ ഒരു ടെൻഷൻസ് എല്ലാം റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ ഒരു ഫ്രീ ഫ്ലോയിലോട്ട് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് വന്നിട്ട് കുറച്ചും കൂടെ ഒരു ഇമോഷണൽ എനർജി, കുറച്ചും കൂടെ ലവ് അഫെക്ഷൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് കാണാൻ സാധിക്കുന്നുണ്ട്, ന്യൂ ഓഫേഴ്സ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്താ പറയുക, മാരേജ് പ്രപ്പോസൽസ് ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് പുതിയ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പല പുതിയ കാര്യങ്ങളും ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ്, ഒരു ആൻസർ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് കാണാനായിട്ടും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീക്കിൽ ഏർലി മോർണിംഗ് ടൈം നിങ്ങൾക്ക് കുറച്ചും കൂടെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താണ് ഇന്ന് ചെയ്യാനുള്ളത്, ഈ ഒരു ദിവസം എന്തൊക്കെയാണ് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തിങ്ക് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള ടൈം പീരീഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് നോക്കാം. താങ്ക് യു. ഓക്കെ, എംപറർ ആണ് വന്നേക്കുന്നത്. എയ്റ്റ് ഓഫ് സോഡ്സ്, 7 ഓഫ് വാൻഡ്സ്. ഓക്കെ, താങ്ക് യു. Chariot, Hierophant, 8 of Wands, 4 of Swords. Thank you. Sorry. Thank you. 3 of Swords, Queen of Swords. Okay. ഇവിടെ 3 ഓഫ് സോഡ്സിൽ വന്നിട്ട് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് മെയിനായിട്ട് കരിയറിലായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്സ്, വ്യക്തിബന്ധങ്ങൾ, അത് നിങ്ങളുടെ കരിയറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സ് വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, അത് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് ആലോചിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ, അത് ഇമോഷണൽ നിന്നിട്ടല്ല, കുറച്ചും കൂടെ ലോജിക്കലായിട്ട് നിങ്ങളുടെ മൈൻഡ് എന്താണ് പറയുന്നത് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒത്തിരി ഇമോഷണലായിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. അതിന് പകരം നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് നിങ്ങളെ ഓവർ പവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, വൈകാരികമായിട്ടുള്ള എനർജി. അപ്പോൾ കരിയറിൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ അങ്ങനത്തെ പെയിൻഫുൾ ആയിട്ടുള്ള വിഷമം നിങ്ങൾക്ക് നൽകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് ബോൾഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എവിടെയാണ് എനിക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്? ഓക്കെ, ഇത് കുറച്ച് പേർക്ക്
നിങ്ങളുടെ ഇടയിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, നിങ്ങളുടെ ബോസ് ആയിട്ട്, നിങ്ങളുടെ കോവർക്കേഴ്സ് ആയിട്ട്, ഓക്കെ, ക്ലയൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വീക്കിൽ. ഓക്കെ, ഇവിടെ എംപററും വന്നിട്ട് എനിക്കതാണ് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു കോൺഫിഡൻസിൻ്റെ കുറവ്, ഒരു ലാക്ക് മെൻറ്റാലിറ്റി ചിലപ്പോൾ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് എഫക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഇവിടെ ഏരീസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഏരീസ് വന്നിട്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എനർജിയാണ്. ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റാതെ വരുന്നുണ്ടാകാം. ഓക്കെ, പേഴ്സണലി ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകില്ല. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ 8 ഓഫ് സോഡ്സ് വന്നിട്ട് ഒരു സ്റ്റക്ക് എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം. കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, ഓപ്പൺ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ചിലപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇവിടെ 7 ഓഫ് വോൺസ് വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ചുറ്റും ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഒത്തിരി ഒപ്പോസിഷൻസ് വരുന്നുണ്ടാകാം, ഒത്തിരി എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. പക്ഷെ അവിടെയെല്ലാം നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനായിട്ട്, നിങ്ങളുടെ കാര്യങ്ങൾ ഓപ്പണായിട്ട് തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ അത് ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഒപ്പോസിഷൻ, ഈ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറി വരാനായിട്ടും ഒത്തിരി ചാൻസസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചാരിയറ്റ് വന്നിട്ടുണ്ട്, നമ്പർ 7 ആണ്. ഓക്കെ, ക്യാൻസറിൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്, കർക്കിടക രാശി. ഓക്കെ, ഇത് വന്നിട്ട് കുറച്ചും കൂടെ ഫാമിലി, നിങ്ങളുടെ ലൗഡ് വൺസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. ആ ഒരു എനർജി ചിലപ്പോൾ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം, ഇമോഷണലി ഡൗൺ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓവറായിട്ട് ഔട്ട്സൈഡ് വേൾഡ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇമോഷണലി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ച് ഡിസ്കണക്ട് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുക, വിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതിന് പകരം നിങ്ങളുടെ ലൈഫിൽ എന്താണ് നേടേണ്ടത്, എവിടെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്പർ 7 വന്നിട്ട് കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ്. സ്പിരിച്വൽ എനർജി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതും നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ വന്നിട്ടുണ്ട്, നമ്പർ 5യുടെ എനർജിയാണ്. ഇവിടെ വന്നിട്ട് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ ഓൾറെഡി ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണോ ഉള്ളതെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, അവിടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എവിടെയാണ് ഞാൻ കുറച്ചും കൂടെ ബാലൻസ് ചെയ്യേണ്ടത്, എവിടെയാണ് കുറച്ചും കൂടെ ഞാൻ കമ്മിറ്റ്മെൻറ്റ് നൽകേണ്ടത്, അർപ്പണ മനോഭാവത്തോടു കൂടി ഞാൻ വർക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്, എൻ്റെ സൈഡിൽ നിന്ന് എന്ത് മാറ്റങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവരേണ്ടത്, അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഫഷണൽ ഹെൽപ്പ് നേടുന്നത്, ഒരു ഗൈഡൻസ് നേടുന്നതും നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താ നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള. പായൽ നമ്പർ 2യുടെ അഫർമേഷൻ എന്താണ് ഈ ഒരു വീക്കിൽ. I am doing the best I can. ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങൾ ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. ഓക്കെ, ഞാൻ ഈ 2 കാർഡ്സ് വിട്ടുപോയി. ഇവിടെ 8 ഓഫ് വോൺസ് ആൻഡ് 4 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഈ 8 ഓഫ് വോൺസിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, ഒത്തിരി അവസരങ്ങൾ ലൈഫിലോട്ട് വരുന്നതാണ്. മെയിനായിട്ട് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജസ്, എന്തെങ്കിലുമൊക്കെ ന്യൂസ് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് റിസീവ് ആകുന്നുണ്ടാകാം. ഓക്കെ, മെയിനായിട്ട് എനിക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം 4 ഓഫ് സോഡ്സിൽ വന്നിട്ട് കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എനർജിയാണ്, ഒരു സമാധാനം നൽകുന്ന എനർജിയാണ്. അതുപോലെ തന്നെ പാസ്റ്റിൽ കുറേ നാളായിട്ട് ഫിനാൻഷ്യൽ ട്രബിളിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം തരണം ചെയ്തിട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഹീലിങ്ങിൻ്റെ എനർജിയും ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അഫർമേഷൻ വന്നിട്ട് I am doing the best I can.
ഓക്കെ, നിങ്ങൾ ഈ എഫർമേഷൻ താഴെ എഴുതാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓവറായിട്ട് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചിട്ട് എനിക്ക് അതിൽ നിന്ന് എന്ത് റിട്ടേൺ കിട്ടും, ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, ആ ഒരു എനർജിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനായിട്ട്, ഏറ്റവും പോസിറ്റീവായിട്ട് ഉള്ള ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു മെസ്സേജാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. താങ്ക് യു. ഹാങ്ഡ് മാൻ, ചാരിയറ്റ്. ഓക്കെ, നിങ്ങൾക്കിവിടെ 2 മേജർ ആർക്കാനാസ് വന്നിട്ടുണ്ട്. ഇവിടെ ഏസ് ഓഫ് സോഡ്സിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ബാക്കിൽ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേര് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ സമയം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ഷൻസ് എടുക്കാനായിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാനായിട്ടായിരിക്കാം. കുറച്ച് പേര് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം എടുത്തിട്ടുണ്ടാകാം. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ഒരു വിസ്ഡമുള്ള ഒരു വ്യക്തിയെ നേരിട്ട് കാണാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ അറിവുകൾ നേടാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി ജ്ഞാനം, നോളേജ്, ഓക്കെ, അതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ട്രൂത്താണ്, സത്യമാണ്. സത്യം കുറച്ച് പേർക്ക് ഇവിടെ മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ ഏസ് ഓഫ് സോഡ്സിൽ വന്നിട്ട് എനിക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു വീക്ക് കാര്യങ്ങളെ കുറച്ചും കൂടെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഇമോഷണലി എടുക്കാതെ, വൈകാരികമായിട്ട് എല്ലാ കാര്യങ്ങളോടും റിയാക്ട് ചെയ്യാതെ, അതിന് പകരമായിട്ട് നിങ്ങൾ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിശക്തി, ഓക്കെ, പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി വിക്ടറി ഉണ്ടാകുന്നതാണ്, സക്സസ് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏസ് ഓഫ് സോഡ്സ് വന്നിട്ട് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, ഒത്തിരി ഡിസ്കഷൻസ് നടത്തുന്നതായിട്ട്, ഒത്തിരി നിങ്ങളുടെ കാര്യങ്ങൾ ഉറച്ചു പറയാനായിട്ട്, തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജി. കുറച്ച് പേർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങളുടേതായ ആ ഒരു ക്വാളിറ്റി, നിങ്ങളുടേതായ ഒരു കഴിവ് പുറത്തെടുക്കാനായിട്ട് ബോൾഡ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനായിട്ട് കുറച്ച് പേർക്ക് ഇവിടെ ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ചാരിയറ്റ് വന്നിട്ട് ഇവിടെ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ ബ്ലെസ്സിങ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഫോർവേഡ് മൂവ്മെൻറ്റ്, കുറച്ചും കൂടെ സക്സസ്, അതെല്ലാം കണ്ടെത്താനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, മെയിനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു പുതിയ ഒരു മാറ്റം, ചേഞ്ച്, പോസിറ്റിവിറ്റി, അതെല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹാങ്ഡ് മാനിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നിട്ട് നിങ്ങൾ പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങൾ പാസ്റ്റിൽ കുറേ നാളായിട്ട് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, എഗെയിൻ ആ ഹെർമിറ്റിൻ്റെ എനർജിയാണ്. കാര്യങ്ങളെ പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട്, ഓക്കെ, അതിനെല്ലാം വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് കാണാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബുദ്ധിശക്തി, നിങ്ങളുടെ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക പേഷ്യൻസ് ആയിട്ടുള്ള എനർജി, എല്ലാ കാര്യങ്ങളും സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു എനർജി, ഒത്തിരി സക്സസ്, ഒത്തിരി വിക്ടറി, ഒത്തിരി എന്താ പറയുക, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുതരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ക്രിയേറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇവിടെ വാട്ടർ ഉള്ളതുകൊണ്ടിട്ട് ചിലപ്പോൾ ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയിൽ ഒത്തിരി ചേഞ്ചസ്, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട്
പരമായിക്കോട്ടെ, സൃഷ്ടിപരമായിട്ടായിക്കോട്ടെ, ഓക്കെ, ഒത്തിരി പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ടുള്ള ന്യൂ ബ്രില്യൻറ്റ് ഐഡിയാസ് നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ വരുന്നുണ്ടാകാം. ക്രിയേറ്റീവായിട്ടുള്ള ടാലൻറ്റ് പുറത്തെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേര് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിരിക്കാം, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. ഓക്കെ, അതിനെല്ലാം ഒരു ബ്ലെസ്സിങ് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ വന്നിട്ട് ഞാൻ എവിടെ എൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കണം, എവിടെ സൈലൻ്റ് ആയിട്ടിരിക്കണം, ആ ഒരു എന്താ പറയുക ഇമോഷണൽ ഇൻ്റലിജൻസും നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 3. താങ്ക് യു. Judgment, Page of Swords, 5 of Cups, Nine of Pentacles, King of Pentacles. Okay, Five of Cups, Queen of Cups, Knight of Cups, Three of Pentacles. ഓക്കെ, ബാക്കിൽ വന്നിട്ട് 4 of Wands-ൻ്റെ എനർജിയാണ്, സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്. ഓക്കെ, ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ട് ചിലപ്പോൾ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. ഓക്കെ, ഒത്തിരി ക്രിട്ടിക്കലായിട്ട്, ഒത്തിരി ജഡ്ജ്മെൻ്റലായിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജി ഇവിടെ ഹീൽ ചെയ്യാനായിട്ടാണ് കുറച്ച് പേരോട് പറയുന്നത്. ഇത് വന്നിട്ട് കുറച്ച് പേർക്ക് ഇത് ഇന്നർ ചൈൽഡ് ഹീലിങ്ങുമാണ്. ഓക്കെ, നിങ്ങളുടെ തന്നെ ആ ഒരു കുട്ടിക്കാലത്ത് ഉള്ള എന്തെങ്കിലുമൊക്കെ അനുഭവിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഹീൽ ചെയ്യാനായിട്ടുണ്ടാകാം. അവിടെ നിന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലാക്ക് മെൻറ്റാലിറ്റി, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഒരു സെക്യൂരിറ്റിയുടെ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. ഓക്കെ, അതായിരിക്കാം അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ ലൈഫിൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ടാകാം. ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ചിലപ്പോൾ നിങ്ങളെ മാനസികമായിട്ട് നിങ്ങളെ ഈ ഒരു വീക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം, പേഴ്സണൽ ലെവലിൽ. അപ്പോൾ അത് കുറച്ചും കൂടെ ഇവിടെ പേജ് ഓഫ് സോഡ്സ് വന്നിട്ട് അത് കുറച്ചും കൂടെ അനലൈസ് ചെയ്യാനായിട്ട്, അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ടാണ് പറയുന്നത്. ഇതിൽ നമുക്ക് 3 of Cupsൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് അഗെയിൻ പാസ്റ്റിലെ റിലേഷൻഷിപ്സ് ആയിരിക്കാം, പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ടാണ് പറയുന്നത്. ഇത് അഗെയിൻ വന്നിട്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ നിങ്ങൾ കുട്ടിക്കാലത്ത് മനസ്സിലാക്കിയേക്കുന്ന കാര്യങ്ങൾ, ആ ഒരു റിലേഷൻഷിപ്പ് ബോണ്ടിങ്, ഓക്കെ, അവിടെ നടന്നേക്കുന്ന പല പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളെ ഇവിടെ മെൻ്റലി എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. ഇമോഷണലി ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കാം നിങ്ങൾ ഇപ്പോഴും എടുക്കുന്നത്. നിങ്ങൾ കാണുന്ന രീതിയിൽ ചിലപ്പോൾ ചേഞ്ചസ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ കുറേ കൂടെ ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് നിങ്ങളെ ഇങ്ങനത്തെ ഒരു ജഡ്ജ്മെൻ്റലായിട്ടുള്ള എനർജി, നിങ്ങളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക, ആ ഒരു എനർജിയിലോട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അത് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ നിന്ന് ഫോക്കസ് മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഇവിടെ 2 cups ഉണ്ട്, ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ബ്ലെസ്സിങ്സ് ഉണ്ട്, ആ ഒരു എനർജിയിലോട്ട് ഫോക്കസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ പാഷൻ കൊണ്ടുവരാനായിട്ട്, കുറച്ചും കൂടെ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ 9 of Pentacles വന്നിട്ട് എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ചിലപ്പോൾ ഇവിടെ 5 of Pentaclesൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ
ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടാനായിട്ട്, ഫിനാൻഷ്യലി സ്വയം സമ്പാദിക്കണം, സ്വയം ഇൻഡിപെൻഡൻ്റ് ആകണം, അങ്ങനത്തെയൊക്കെ എനർജിയിലോട്ട് പോകാനായിട്ട് കുറച്ച് പേരെ ഈ ഒരു സമയം പ്രേരിപ്പിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, വെൽത്ത്, ഒരു ബാലൻസ് കൊണ്ടുതരുന്ന ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കിൽ. ഇവിടെ വന്നിട്ട് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരു വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടെ ഇമോഷണലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ചും കൂടെ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇവിടെ വർക്ക് ലൈഫ് ബാലൻസ് കണ്ടെത്താനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. അതായത് വർക്കിൽ ഫോക്കസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ടൈം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ട് ഇവിടെ ഒരു സ്റ്റെബിലിറ്റിയാണ്, ബാലൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജിയാണ് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഇമോഷണലി ഡിറ്റർമിൻഡ് ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ മനസ്സുകൊണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഫിനാൻഷ്യലി അല്ലെങ്കിൽ കരിയർ വൈസിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് റെഡി ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കരിയർ ലൈഫിൽ ഒരു ബാലൻസ്, സ്റ്റെബിലിറ്റി, ഓക്കെ, ഒത്തിരി മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഇവിടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഫേഴ്സ് വരുന്നതായിട്ട്, അവസരങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഒരു റെക്കഗ്നിഷൻ ലഭിക്കുന്നതാണ്, ഒരു അംഗീകാരം ലഭിക്കുന്നതായിട്ടും എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ കരാറുകൾ ഒപ്പിടുന്നുണ്ടാകാം, പുതിയ കോൺട്രാക്ട്സ്, പുതിയ ക്ലയൻസിന് ലഭിക്കുക. ഓക്കെ, ഹാപ്പി ക്ലയൻസ്, അതെല്ലാം ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോപ്പറേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്ലയൻസിൽ നിന്നിട്ട് നിങ്ങൾക്കൊരു സഹകരണം, ഒരു എന്താ പറയുക, പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു വീക്ക് നിങ്ങൾ ഒത്തിരി അബണ്ടൻസ്, ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങളിലോട്ട് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഒൺലി തിങ് നിങ്ങൾ ഈ ഒരു എനർജി ഒന്ന് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങളെ പേഴ്സണലി എഫക്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം. അത് കുറച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട്, കറക്റ്റായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ, ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഓവറായിട്ട് നിങ്ങളെ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ കേപ്പബിലിറ്റീസ്, നിങ്ങളുടേതായ കഴിവുകൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിൽ തന്നെ കൂടുതൽ വിശ്വസിച്ച് കഴിയുമ്പോൾ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട്, ഒത്തിരി വെൽത്ത് കൊണ്ടുവരാനായിട്ട്, ഓക്കെ, സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട്, ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടേതായ കഴിവിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഗൈഡൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്കിലോട്ട് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം ഈ ഒരു വീക്കിലോട്ട്. പൈൽ നമ്പർ 3യുടെ അഫർമേഷൻ എന്താണ് ഈ ഒരു വീക്കിൽ? ഓക്കെ, ഇവിടെ വന്നിട്ട് ഐ സീ ബ്യൂട്ടി ഇൻ പാർട്സ് ഓഫ് മീ ദാറ്റ് ഐ യൂസ് ടു തിങ്ക് വെർ ബ്രോക്കൺ. ഈ ഒരു എനർജി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ കുട്ടിക്കാലത്തെ എനർജി, ചിലപ്പോൾ ഇത് നിങ്ങളുടെ കുട്ടികളുടെ തന്നെ എനർജി ആയിരിക്കാം. അവർ ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു എനർജി ഹീൽ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഐ ആം എ വാരിയർ, ബ്രേവ് ആൻഡ് റെസിലിയൻ ഇൻ ദ ഫേസ് ഓഫ് ചാലഞ്ചസ്. ഓക്കെ, നിങ്ങൾ ബോൾഡായിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു എനർജി വന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരിക്കലും ബ്രോക്കൺ അല്ല. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ആ ഒരു പാസ്റ്റ് എനർജി കൊണ്ടിട്ട് നിങ്ങളെ തളർത്താനായിട്ട് നിങ്ങൾ അനുവദിക്കാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു കൂട്ടുന്ന കാര്യമായിരിക്കാം. ഓക്കെ, അതിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ ആ ഒരു സത്യാവസ്ഥ, ട്രൂത്ത്, അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കിൽ.
അപ്പോൾ നിങ്ങൾക്കുള്ള അഫർമേഷൻ വന്നിട്ട് ഐ സീ ബ്യൂട്ടി ഇൻ ദ പാർട്സ് ഓഫ് മീ ദാറ്റ് ഐ യൂസ് ടു തിങ്ക് വർ ബ്രോക്കൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾ താഴെ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പൈൽ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.